ഇത് എപ്പോൾ ഇട്ടേ? എത്ര? 1 വീക്ക്. പിന്നെ ഇവിടെ എന്ത് സംഭവം നിങ്ങൾ പറയണ്ടേ? സ്മോക്കിംഗ് ചെയ്യുന്ന കാണുന്നില്ല അവിടെ. കേൾക്കുന്നില്ല. കംപ്ലീറ്റ് ആക്കണം എടോ. ഇവിടെ നോ സ്മോക്കിംഗ് കിട്ടിയില്ലേ, പിന്നെ എന്നാത്തിനാ വലിക്കുന്നത് അവിടെ? നോ സ്മോക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ വലിക്കരുത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ 1 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു ഈ സീതാങ്കോളി ബാറിൻ്റെ അടുത്ത്, ബീവറേജിൻ്റെ അടുത്ത്, അതുപോലെ കാസർഗോഡ് ബീവറേജിൻ്റെ അടുത്ത് പൊതുസ്ഥലത്ത് വെച്ച് സർക്കാർ സ്ഥാപനങ്ങൾ എന്തുണ്ട് അവിടെ പൊതുസ്ഥലത്ത് വെച്ച് ആൾക്കാർ കുടിക്കുന്നുണ്ട് പബ്ലിക്കിൽ, അതും രാത്രി സമയത്ത്, പിന്നെ ഡേ ടൈമിലും. ഇവിടെ മദ്യപിക്കാറില്ല കേട്ടോ ചേട്ടാ. ഇതെന്ത് ഇവിടെ ഒന്നും ഓർക്കുന്നത്? വീടില്ല. എന്തായി കാണിക്കണേ ഇവിടെ? എന്തായി കാണിക്കണേ? പബ്ലിക് പ്ലേസിൽ ആരെ കുടിക്കാൻ നിങ്ങൾക്ക് പെർമിഷൻ തന്നെ? പ്ലേസ് എന്തുട്ടാ കാണിക്കണേ അവിടെ? വീഡിയോ കണ്ടുവച്ച് കുറേ പേര് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തായിരുന്നു. എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ നമ്മുടെ ടൗണിലും അതുപോലെ ബദിയടുക്ക ആ ഭാഗത്തും അതുപോലെ GLP സ്കൂൾ എന്തോ ഉണ്ടായിരുന്നു. ഒക്കെ പൊതുസ്ഥലത്ത് വെച്ച് ഈ സ്കൂൾ പരിസരത്ത് ജനങ്ങൾ ഡേ ടൈമിലൊക്കെ മദ്യപിക്കാറുണ്ടോ, പിന്നെ വേറെ എന്തെങ്കിലും ദുശീലങ്ങൾ അവർ ചെയ്യുന്നുണ്ട് സാറേ ബ്രോ എന്ന് എന്നോട് പറഞ്ഞായിരുന്നു അവർ. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കണേ, നിങ്ങൾക്കത് തെളിവ് കിട്ടും. അപ്പോൾ ഞാൻ അവിടെ പോയി സ്കൂളിലും ടീച്ചേഴ്സിനോട് ചോദിക്കുമ്പോൾ ഉള്ളത് ശരിയാണ്. പിള്ളേരും പറഞ്ഞു ചില മാമന്മാർ ആ സമയത്ത് അവിടെ ഉണ്ടാവും, നമ്മൾ സ്കൂളിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും അവിടെയൊക്കെ ഉണ്ടാവുമെന്ന് അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മൊത്തം കാണും. ഞാൻ ഈ പബ്ലിക്കായിട്ട് കുടിക്കുന്നവർക്ക് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ആ ചോദ്യത്തിൽ കുറേ പേര് കണ്ടായിരുന്നു, എന്നെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ നോക്കിയാൽ ഈ സ്കൂളിൽ വെച്ച് ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നോക്കിയിട്ട് പോകണം. നമ്മുടെ GLP സ്കൂള് ശരിബാഗിൽ പോസ്റ്റ് ഉളിയത്തെടുക്കാം ഉള്ളത്. ഞാനിപ്പോൾ അങ്ങനെ എൻ്റെ കമൻസിലും അതുപോലെ ഇൻസ്റ്റാഗ്രാം കമൻസ്, യൂട്യൂബ് കമൻറ്റിൽ എല്ലാവരും പറഞ്ഞതൊരു സംഭവമാണ്. ഇത് ഡയറക്റ്റ് മെസ്സേജ് ചെയ്ത് പറഞ്ഞതാണ്. ഒന്ന് പോയി നോക്കിയാലോ? നോക്കട്ടെ. ഇൻഫർമേഷൻ വന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കമൻസ് വന്നായിരുന്നു, ഇവിടെ എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയില്ല, ഇവിടുത്തെ ആൾക്കാരാണ് പറഞ്ഞത്. ഇവിടെ LP സ്കൂളല്ലേ ഇവിടെ പറഞ്ഞു, ഇവിടെ പരിസരത്ത്. അങ്ങനെ പ്രിൻസിപ്പളിന് ചോദിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു കമൻറ്റ് വന്നായിരുന്നു, കുറേ കമൻറ്റ് വന്നായിരുന്നേ. ഇത് ഈ പരിസരത്ത് കുറേ പേര് MDMA ഗാഞ്ചൊക്കെ ഉപയോഗിക്കുന്നതാണ്, പിന്നെ അവിടെ പെട്രോൾ പമ്പിലൊക്കെ. നമ്മുടെ അതെ അതെ ടീച്ചർമാർ പറയുന്നത് പറഞ്ഞാൽ അവർക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പളൊന്നും ചോദിക്കണം. അവിടെ നിങ്ങൾ കണ്ടായിരുന്നോ? ആടെന്ന് പറഞ്ഞ അങ്ങോട്ടാ? അത് എത്ര മണിക്കൂറാ? നിന്റെ വയസ്സ് എത്ര? 10? എല്ലാവരും 10? അങ്ങനെ നീ പറഞ്ഞ കാട്ടിന്റെ സംഭവം പറയടാ. അതെയാ? ചെറിയ ചെറിയ പില്ലറുണ്ടായിരുന്ന ഓന് ഷോർട്ട് കട്ടിലായില്ല പോന്നെ. ഷോർട്ട് കട്ടിൽ അതിലെ പോകുമ്പോ അയച്ച ഓനെ വിളിക്കുന്നു. അപ്പൊ ഞങ്ങൾ വന്നിട്ട് ഓനെ കൊണ്ടിട്ട് അതിലെ റോഡിൽ തന്നെ കൊണ്ട് അയച്ച അടുത്ത് കളി പിടിക്കുന്നുണ്ടായി. ഒരു കുപ്പിയാന്തിട്ട് കുറച്ച് സ്കൂട്ടറിൽ പോയി. പ്രശ്നം ആർക്കും അറിഞ്ഞിട്ട അയച്ച. ഞങ്ങൾ 1 മാസം മുമ്പേ
സീതങ്കോളി ബാറില്ലേ അവിടെയും പിന്നെ കാസർഗോഡിൻ്റെ ഔട്ട്ലെറ്റ് ആ KSRTCയുടെ അടുത്ത് അവിടെ മൊത്തം കവർ ചെയ്തത്. അപ്പോൾ കുറേ പേര് അവിടെ പബ്ലിക്കിലായിട്ട് ഡേ ടൈമിൽ രാത്രി സമയത്തൊക്കെ പബ്ലിക് പ്ലേസിൽ കുടിക്കാറുണ്ടായിരുന്നേ. അത് നമ്മൾ ചോദിച്ച ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തായിരുന്നു, ഒരു 20 minutes. അത് ഇപ്പോൾ വീഡിയോ വൈറലായി, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു ഇനി ഇവിടെ ഈ പരിസരത്ത് ചിലർ ഇങ്ങനത്തെ സംഭവം നടക്കുന്നുണ്ട്, നിങ്ങൾ ഒന്ന് നോക്കൂ സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാ. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന്? ഒരു ചെറുക്കൻ പറഞ്ഞു ഞാൻ എൻ്റെ പുരയിലേക്ക് പോകുമ്പോൾ കാട്ടിൽ വെച്ച് ഡേ ടൈമിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ പ്രിൻസിപ്പൾ അടുത്ത് ചോദിക്കണോ നിങ്ങളെന്ന് കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു. മേഡം നമസ്കാരം, ഞങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ വന്നിട്ട് വന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു വേറെ സ്ഥലത്തിൻ്റെ. അപ്പോൾ അവർ കമൻറ്റിൽ പറഞ്ഞായിരുന്നേ ഈ GLP അല്ലേ, അവിടെ സ്കൂളിൻ്റെ പരിസരത്ത് ഒരുപാട് പേര് ഡേ ടൈമിൽ ഇങ്ങനെ കഞ്ചാവോ കള്ളൊക്കെ കുടിക്കുന്നുണ്ട്. നിങ്ങൾ അറിയില്ല? നമ്മളെ സ്കൂളിൻ്റെ ടൈമിൽ അറിയില്ല എങ്ങനെയാണ്, നമ്മൾ ഉള്ളിലല്ലേ. പിന്നെ ഈ പരിസരത്ത് ഉള്ളിൽ വന്നിട്ടൊന്നും അവർ കഴിക്കുന്നൊന്നുമില്ല. പിന്നെ ഞങ്ങൾ പോയ പിന്നെ എന്താക്കുന്നതെന്ന് അറിയില്ല. അതാണ് പറഞ്ഞത്. നമ്മൾ പോയ പിന്നെ എന്താക്കുന്നത് ഈ ഭാഗത്ത് ഇവിടെ CCTV ഒന്നുമില്ല. ഇവിടെ CCTV ഒന്നും ഇതുണ്ട്, അതില്ലേ ഇപ്പോൾ വർക്ക് ആണെന്നില്ല ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ കമൻറ്റിൽ കുറേ കണ്ടായിരുന്നു ഇങ്ങനെ നിങ്ങൾ ചെയ്തത് നന്നായിട്ടുണ്ടായി, പക്ഷേ ഇതുവരെ കാസർഗോഡിൽ ആരും ഇതുവരെ ചെയ്തില്ല ഇങ്ങനെ. ആ വീഡിയോ ഞങ്ങളുടെ വൈറലായി, കഴിഞ്ഞ മാസം ഞങ്ങൾ ആക്കിയതാണ്. ഇതിൽ കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ചായിരുന്നു ചിലർ. ഈ സ്കൂളിൻ്റെ പരിസരത്ത് പിന്നെ അവിടെ പെട്രോൾ പമ്പിൽ ഇരുന്നിട്ട് ചിലർ കഞ്ചാവോ MDMA ഒക്കെ അടിക്കുന്നുണ്ട്. ഈ 17-15 വയസ്സിൽ അത് എന്തെന്നറിയോ, ഇതിൻ്റെ മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ. അതിനെല്ലാം ഞാൻ ഇങ്ങനെ പറഞ്ഞ് പോലീസ് കംപ്ലൈൻറ്റ് ചെയ്തെല്ലാം ആക്കിയായിരുന്നോ? ഞാൻ ആക്കിയിരുന്നു. എപ്പോഴും അത് കുറെ കഴിഞ്ഞ് ഒരു 2-3 കൊല്ലം മുമ്പ്. അതെല്ലാം ഇപ്പം നിർത്തി. ഇത് ഈ കോമ്പൗണ്ട് കെട്ടിയതോടെ ഇങ്ങനെ ഇല്ലെങ്കിലില്ല എല്ലാ വഴിയായിട്ട് സ്കൂളിന് എല്ലാ വഴി. അതുകൊണ്ട് ഇങ്ങനെ ആൾക്കാരെല്ലാം വന്നുണ്ടായി. പിന്നെ നമുക്ക് ആരും എങ്ങനത്തെ ഇതൊന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ കോമ്പൗണ്ട് കെട്ടി, ഈ ആ ഭാഗത്തിലേക്ക് കോമ്പൗണ്ട് കെട്ടി. അല്ല, ഒരു കുഞ്ഞ് സ്റ്റുഡൻറ്റ് പറഞ്ഞു ഇത് ഞാൻ ആ വീട്ടിലാണ് വഴിക്ക് പോകുന്നത്, അപ്പോൾ ഡേ ടൈമിൽ മാമന്മാരുണ്ടാവുന്ന അവിടെ ആയിരിക്കും. നമുക്കറിയില്ല, അത് നമ്മളിപ്പോൾ അങ്ങോട്ട് കാണുന്നില്ലല്ലേ. പിന്നെയല്ലേ സാർ ഇതാ ഞാൻ അങ്ങോട്ട് കുറച്ച് കൃഷിയാക്കിനെ. അപ്പോൾ ആടെ ഈ ഭാഗത്ത് അതൊക്കെ വീടുകളാ, അതെല്ലാം വീട്. നമ്മളെ സ്കൂൾ എൻക്രോച്ച് സ്ഥലം എൻക്രോച്ച് ചെയ്ത് കിട്ടിയ വീടുകളാണ് അതെല്ലാം. കിട്ടിയ പിന്നെ അതിൻ്റെ മുമ്പെല്ലാം ഇങ്ങനെ ആടുന്നെല്ലാ ആൾക്കാർ ഇങ്ങനെ ഉള്ളിൽ വന്നുണ്ടായി. അവരെന്തടിക്കുന്നത് പിന്നെ ഇതാ ആടല്ല ആ ബിൽഡിങ്ങിൻ്റെ അവിടെ കിടന്നുണ്ടായി. അതെല്ലാം ഇപ്പം ഇത് സ്കൂള്, ഇതെല്ലാം ക്ലാസ്സുകൾ. അല്ല, ക്ലാസ്സുകൾ. ഇതിപ്പോ ആടെ അതുവരെ ഞങ്ങളെ വലിയ കോമ്പൗണ്ട് അല്ലേ ഇത്. ഇവിടെ എത്ര പേരുണ്ട്? 1 to 5th ഉള്ളോ? മാത്ര ഡിവിഷൻസ് ഉണ്ട് 3 എണ്ണം. കന്നഡ, മലയാളം, ഇംഗ്ലീഷ്. അപ്പൊ നല്ല 500 ഇവിടെ ഭയങ്കര ശല്യം ഉണ്ടായിരുന്നു. അവരുടെ ഈ ആൺകുട്ടികളെല്ലാം തരുന്നതും ഇങ്ങനെ ഉണ്ടായി. നിർത്തിയതാണല്ലോ. മല്ലിച്ചടിക്ക് വരും, പിന്നെ ഇവിടെ കള്ളിരിക്കുന്നതെല്ലാം ഉണ്ടായി. ഇപ്പൊ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. പകൽ ഇട വീട് നോവാണത്തോളം അങ്ങനെ ആ ഭാഗത്തല്ല. ഇത് ഇവിടെ സ്ഥലം തന്നെ കാട് ഒന്നാമത് മാമന്മാർ ഇരിക്കുന്നതല്ല. അതാണോ അങ്ങോട്ട് ഫോറസ്റ്റ് എന്ന് പറഞ്ഞു? ഓക്കെ. പിന്നെ ഇതെല്ലാം ഇപ്പൊ നമ്മളിത് മതിൽ കെട്ടി ഇങ്ങനെ കൃഷി ചെയ്തതോടെ ഇവർക്ക് തുള്ളാൻ കഴിയുന്നില്ല ഇപ്പൊ. മനസ്സിലായ ഞാൻ അതുകൊണ്ട് അങ്ങനെ ഒരു ഇങ്ങനെയുള്ള നമ്മളെ സ്ഥലമുണ്ട് സ്കൂളിൻ്റെ. ഇത് മൊത്തം നമ്മുടെ സ്കൂളിൻ്റെ സ്ഥലം ഇത്ര ഇങ്ങനെ ഓർത്തോളം എത്ര സ്ഥലം ഇപ്പോൾ ചെയ്തതാണ്. അങ്ങനെ അത് കാടെന്ന് പറയുന്നത് ആടുന്നല്ല ചില ഫോറസ്റ്റ് പിള്ളേർ പറയുന്നത് ഫോറസ്റ്റ് അല്ല, വേറെ രീതിയിൽ ഒരു സെക്ഷുവലായിട്ട് എന്തെല്ലാം കാണിക്കുന്ന സംസാരമല്ല കാണിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചോണ്ടുണ്ടായി. ഈ പിള്ളേർ പോയി അവനെ നോക്കിയുണ്ടല്ലേ, ഏതോ തന്നെ നമുക്കറിയില്ല. പിന്നെ അതിങ്ങനെ വൈറലായിട്ടുണ്ടായി വീഡിയോസ് എല്ലാം അവിടെ എടുത്തത്. അതുകൊണ്ട് 100 മീറ്റർ കോമ്പൗണ്ട് പാസ്സായാലും
അധികമാക്കി ഇടയും കെട്ടിയത്. ഇല്ലെങ്കിൽ ഈടുന്നല്ല ഇങ്ങനെ വഴി അതിനെ അടച്ചടിച്ച് ഞാൻ പോയി ഇതാക്കിയത് ഇപ്പോൾ. പിന്നല്ലേ അവിടെ ഈ വഴി ഉണ്ടായി, ആടെ കേട്ടടിച്ചു, ആടാ മൂലക്ക് ആടെ നോക്കണം വേ വന്ന് ആടെ ഇരിക്കുന്നത് പിള്ളേർ. പിന്നെ ഈ സ്റ്റേജിൻ്റെ മുകളിലുണ്ടല്ലേ എന്തോ കൊണ്ടുവന്നിട്ട് വെച്ചുകൊണ്ടുണ്ടായിന്ന് പറയുന്നേക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. സ്റ്റേജിൻ്റെ മുകളിൽ കയറി ഇത് കയറിയിട്ട് ഈ സ്റ്റേജാ അത് സ്റ്റേജ് അതിൻ്റെ മുകളിൽ എന്തോ കൊണ്ട് ഇപ്പം അതൊന്നുമില്ല. ഇത് ഈട മതിൽ ചാടിക്കൊണ്ട് വരുന്നുണ്ടായി. ആടെ ഒരു ക്യാമറ വീട്ടിലുള്ളതുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടുണ്ടായി എൻ്റെ അടുത്ത് എന്തോന്ന് ഇത് മതിൽ ചാടുന്നു മതിൽ. പിന്നെ ഞാനും അതിനെ പറഞ്ഞു ഒതുക്കി. ഇപ്പം ഞാൻ സ്കൂൾ സമയത്ത് അവർ വരുന്നില്ല, വൈകുന്നേരങ്ങളിൽ ഉള്ളത് ശരിയാണ് ഗൈസ്. നോക്കിയേ ഗൈസ്, ഈസ് ദേർ. ഇവിടെ ആയിരിക്കും മിക്കവാറും നല്ല സ്പേസ്. നോക്കി ആ ഫോറസ്റ്റിലൂടെ അല്ല, അത് ആ ചെറുക്കാണ് പറഞ്ഞത്. ഈ വഴിയിലേക്ക് പോകുമ്പോൾ ചിലർ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്നാ. എന്ത് പിന്നെ ഇവിടെ ഈ സ്കൂളിൻ്റെ സ്റ്റേജാണിത്. ഇവിടെയും പുറകിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും കാണുന്നില്ല. അതാ ഇവിടെ ഈ മഴ ആയതുകൊണ്ട് ഇതൊക്കെ പോയത്. അതാ ഇവിടെ പ്ലാസ്റ്റിക്. അതാ വീണ്ടും ഇവിടെ വിളിക്കുന്നുണ്ട് ഗൈസ്. എന്താ ടീച്ചറെ? അതെയാ, നിങ്ങൾ വീഡിയോ എടുത്തായിരുന്നോ? ഞാൻ ഫോട്ടോ എടുത്തിനെ അവൻ ഇപ്പൊ ഉണ്ടെന്ന്. ഇത് പഴയ മൊബൈലിൽ. അതെപ്പോഴാ? ഇതേ വർഷമോ? ഇതേ വർഷമല്ല, അത് 2 കൊല്ലം. നോക്കട്ടെ. ഇപ്പം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഇവര്. നല്ല കാര്യം. ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. പ്ലാസ്റ്റിക് കാര്യങ്ങൾ ചെറുതുണ്ട്, പക്ഷേ അമ്മാതിരി ഒന്നുമില്ല. ഇതെവിടെ അപ്പോൾ ഉണ്ടല്ലോ ഇവിടെ. ഇതിലുണ്ടാവും. ഇതിൽ എറിഞ്ഞിട്ട് അവർ പോകുന്നതായിരിക്കും. കുറേ പ്ലാസ്റ്റിക്സ് കാര്യങ്ങളിവിടെ ഉണ്ട്. ഇത് ഇവിടെ 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 ഉണ്ട്. ഇവിടെയുണ്ട്. ഉള്ളിയത്തടുക്ക പെട്രോൾ പമ്പിൻ്റെ ബാക്ക്. തീർന്നേ 10 മണിക്ക് രാത്രി. ചേട്ടാ ഈ കണ്ടായിരുന്ന ഈ രാത്രി സമയത്ത് ഇവിടെ പൊതുസ്ഥലം വെച്ച് കള്ളു കുടിക്കാൻ നിങ്ങൾ കണ്ടായിരുന്ന? കണ്ടില്ലല്ലോ. ഞങ്ങൾ കുപ്പികളൊക്കെ ഉണ്ട് അവിടെ. കുപ്പികളൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. രാത്രി ഇവിടെ ഇരുട്ടാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ കണ്ടായിരുന്ന രാത്രി സമയത്ത് ഇവിടെ കുടിക്കാറുണ്ട്? കണ്ടായിരുന്ന? കണ്ടില്ല. ശരി. ഇവിടെ പ്ലാസ്റ്റിക്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അവർ കണ്ടില്ല, ശ്രദ്ധിക്കാറില്ല. ദാറ്റ്സ് മീൻ
കണ്ടില്ല എന്ന് പറഞ്ഞു. അല്ല, ഇവിടെ കാണുന്നില്ലല്ലോ ഇവിടെ. കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു. ശരി, ഇതിന്റെ അടുക്കുന്ന പോലീസുകാർ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. എപ്പോഴാ? മിഞ്ഞാൻ മീൻ 3 ദിവസം 3 ദിവസം മുമ്പ്. കിട്ടിയായിരുന്നു അയാളെ? ഇല്ലല്ലോ, ഒരു ഇങ്ങോട്ടെല്ലാം പാഞ്ഞു. എത്ര വയസ്സാണ് അല്ലേ? ഈ കുപ്പികൾ എന്തെന്നറിയോ ഗൈസ്? സംതിങ് ഫിഷി. ആരെങ്കിലും അറിയുന്നവരൊന്ന് കമൻ്റ് അടിക്കണേ. എന്തോന്നൊന്നും ആർക്കും അറിയോ? ഇത് എപ്പോൾ ഇട്ടേ? എത്ര? 1 വീക്ക്. പിന്നെ ഇവിടെ എന്ത് സംഭവം അത് നിങ്ങൾ പറയണ്ടേ? സ്മോക്കിംഗ് ചെയ്യുന്ന കാണുന്നില്ല അവിടെ. കേൾക്കുന്നില്ല. കംപ്ലൈൻ്റ് ആക്കണം. എടോ, ഇവിടെ നോ സ്മോക്കിംഗ് കിട്ടിയില്ലേ? പിന്നെ എന്നാത്തിനാ വലിക്കുന്നത് അവിടെ? നോ സ്മോക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ വലിക്കരുത്. നോ സ്മോക്കിംഗ് ബോർഡ് ഇട്ടിട്ടും വലിക്കുന്ന ഒരു സ്വഭാവമില്ലേ ഇവന്മാരുടെ? നോക്കി. ആ പറഞ്ഞത് കറക്റ്റാണ്. പറഞ്ഞതുകൊണ്ട് മനസ്സിലായി. ഇതുപോലെ വീഡിയോ കണ്ടേച്ച് കമൻറ്റ് അടിച്ചിട്ട് ഒരു ഹെൽപ്പാവുന്നവർ ആദ്യമായിട്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ പറഞ്ഞ കമൻറ്റ് ഞാൻ പോയിട്ട് ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, ഇഷ്ടമായില്ലെങ്കിൽ അൺലൈക്ക്. അപ്പോൾ അടുത്ത വീട്ടിൽ അടുത്ത കണ്ടൻറ്റായി കാണാം. ബൈ.